ബാക്ക് ടു സ്കൂൾ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. നമ്മൾ 4:00ക്കാണ് സ്കൂളിലുള്ള സമയത്ത് എഴുന്നേൽക്കുക. 2 മാസത്തിന് ശേഷം ഇവിടെ ദുബായിലൊക്കെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 മാസം പോയത് അറിയില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് തീർന്ന പോലെ. ഇന്നിപ്പം ബീഫ് കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഹസ് ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് ആൾക്കങ്ങനെ ബീഫ് കറിയും. അങ്ങനെ പിള്ളേർക്ക് ഒരാൾക്ക് 2 ടിഫിൻ വെക്കണം. ചെറിയ ആൾക്ക് നേരത്തെ വരും കേട്ടോ, 11 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ ആൾക്ക് ഒരു ടിഫിൻ വെച്ചാൽ മതി. മൂത്ത ആൾ 4 മണിക്കാണ് കേട്ടോ വരിക. ചില സമയങ്ങളിലൊക്കെ 2:30ക്ക് വരും. അങ്ങനെ അപ്പോൾ ആൾക്ക് 2 ടിഫിൻ എന്തായാലും വെക്കണം. ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇപ്പം ഗീ റൈസും ബിരിയാണിയൊക്കെ ആകുമ്പോൾ ആളതങ്ങനെ കൊണ്ടുപോയിക്കോളും. ഹസ്ബൻഡിന് ചോറാണ് വെക്കാറ്. ഇന്നിപ്പം ഗീ റൈസ് ആയതുകൊണ്ട് അതങ്ങനെ വെച്ചു കൊടുത്താണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ, August 27. എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്, കാരണം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കാര്യമായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരും ഹസ്ബൻഡും കേക്ക് വാങ്ങണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും സമ്മതിച്ചിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെയൊക്കെ എല്ലാ ബർത്ത്ഡേക്കും 14 വർഷം കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. 15ാമത്തെ വർഷമാണ്. എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാറുണ്ട്, ചെറിയ റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ. കഴിഞ്ഞ വർഷം വാങ്ങി തന്നിട്ടില്ല. മനസ്സിലാ ഒരു ഗോൾഡിൻ്റെ ഇഷ്യൂ എടുക്കുന്നതുകൊണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഈ വർഷം ഞാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇൻഷാ അല്ലാ. പിന്നെ രാവിലെ 4:00ക്ക് എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ ജോലിയുള്ളൂ കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ തലേദിവസം അതായത് മസാല പരട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ വിട്ടു പോകും കേട്ടോ. വൈകുന്നേരം പണി കഴിഞ്ഞാൽ വേഗം പോയിട്ട് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. വൈകുന്നേരം 6:00 ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണമാകുമ്പോൾ അങ്ങ് കിടക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ അങ്ങനെ പിള്ളേർക്ക് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകണ സ്വഭാവമില്ല കേട്ടോ. മൂത്ത ആൾക്കില്ല, രണ്ടാമത്തെ ആൾക്കില്ല. രണ്ടാമത്തെ ആൾ അങ്ങനെ ചായ മാത്രമേ കുടിക്കുള്ളൂ, ചിലപ്പോൾ പാല് കുടിക്കും. മൂത്ത ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ എന്താ പറയുക, ഇപ്പം ഓട്സ് സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഡെയിലി ഓട്സ് സ്മൂത്തി അല്ല, ചില ദിവസങ്ങളിൽ രാഗി ആയിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ അതാവുമ്പോൾ കുടിക്കും കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അത് കഴിക്കില്ല, ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഡെയിലി അത് ഉണ്ടാക്കാറുണ്ട്. അതാവുമ്പോൾ കുടിക്കുമല്ലോ. ഹസ്ബൻഡും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ദോശ അങ്ങനെ തിന്നുന്നത് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ പിള്ളേരുടെ ലഞ്ച് എല്ലാവരും ആക്കി. മൂത്താളതും ആദ്യം ചെറിയ ആളാണ് പോവുക. 6:20 ആകുമ്പോൾ ചെറിയ ആൾ പോവും. അപ്പോഴേക്കും ആൾക്ക് ചായ കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സമയം 6:35 മൂത്താൾ പോവും. അപ്പോൾ ഓട്സ് സ്മൂത്തിയും ടിഫിനും ആക്കി കൊടുത്തു. പിന്നെ മൂന്നാമത്തത് ഹസ്ബൻഡാണ് പോവുക. ആൾ ഏകദേശം ഒരു 7:25 7:30 ആകുമ്പോഴാണ് ആൾ പോവുക. ആ സമയമാകുമ്പോഴേക്കും നമ്മളങ്ങനെ ആൾക്കും ലഞ്ചാക്കി. ചെറിയ ആളുടെ വണ്ടി 2 മാസത്തിന് ശേഷം പോകുമ്പോൾ മൂപ്പര് വീണ്ടും സന്തോഷമുണ്ട്, എന്നാലും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്ന ഒരു വിഷമം ഉണ്ടാവില്ലേ. അങ്ങനെ ഇൻഷാ അല്ലാ നല്ല വീഡിയോസായിട്ട് വരട്ടെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ഓക്കെ.